ഹായ്, മുഖവരയായി പറഞ്ഞുകൊള്ളട്ടെ. ഗണപതി ഹോമം നടക്കുന്നിടത്ത് ഓശാന പാടാനോ, കുർബാന കൈക്കൊള്ളുന്നിടത്ത് ഗണപതി മന്ത്രം ചൊല്ലാനോ, നിസ്കാരപ്പായിൽ ഭദ്രകാളി സ്തുതി പാടാനോ ഒരു വിശ്വാസിയും, അവരുടെ മതത്തിൽപ്പെട്ട ഒരു വിശ്വാസിയും ഇഷ്ടപ്പെടുവാൻ ഒരിക്കലും ചാൻസ് ഇല്ല എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ വിവാദത്തിലേക്ക് ഒന്ന് നോക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്നൊരു പുതിയ വിവാദവുമായാണ് ജനങ്ങൾ എഴുന്നേറ്റതെന്ന് തോന്നുന്നു. കാരണം ഇന്ന് കേരളത്തിൽ ഫേമസായി വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗീത ട്രൂപ്പാണ് നന്ദഗോവിന്ദം ഭജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഭക്തിഗാനമേളകൾ നടത്തുന്ന ഒരു ട്രൂപ്പ്. ഇന്ന് അതിൻ്റെ റീച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ് നമുക്ക് അറിയിക്കാൻ പറ്റാത്തത്രയും ഹൈപ്പിലാണ് നടക്കുന്നത്. ഏതായാലും അവരുടെ കഷ്ടകാലമാണോ അതോ അവർക്ക് എതിരെയുള്ള പണിയാണോ എന്നാണ് നമുക്ക് അറിയാതെ പോകുന്നത്. കാരണം ഈ ട്രൂപ്പ് വളർന്നു വരുന്നതിന് എതിരെയാണോ ഇന്നത്തെ ഒരു വിവാദം ഉണ്ടായിരിക്കുന്നതെന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കോട്ടയം വേമ്പൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നന്ദഗോവിന്ദൻ ഭജൻസ് അവതരിപ്പിച്ച പരിപാടിക്കിടയിൽ ഒരു ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചതാണ് ഇന്നത്തെ വിവാദത്തിന് തിരികൊടുത്തിരിക്കുന്നു. ഇന്ന് മറ്റുള്ള മാധ്യമങ്ങളിൽ കൂടി അറിയുന്നതിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ ജനം വിവാദങ്ങൾക്കും വാർത്തകൾക്കും തിരയുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്. ഏതായാലും രാവിലെ തന്നെ അതിൽ നന്ദഗോവിന്ദൻ ഭജൻസിൻ്റെ എതിരെയും സപ്പോർട്ടുമായിട്ടും വിവാദങ്ങൾ കത്തിക്കയറുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഇതിനടിയിൽ രേഖപ്പെടുത്തണമെന്ന് ആദ്യം തന്നെ പറയുന്നു. കാരണം നന്ദഗോവിന്ദൻ ഭജൻസിനെ നിങ്ങൾ അനുകൂലിക്കുന്നോ അതോ എതിർക്കുന്നോ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അവർ ആലപിച്ച ഈ പരിദേവനഹോ എന്ന ദാസേട്ടൻ പാടി മോഹൻ സിതാര ഈണമിട്ട പഴയ ഒരു ഫേമസായ ഗാനമാണ് ഈ വിവാദത്തിലൂടെ പൊങ്ങി വന്നിരിക്കുന്നത്. ഇവർ എന്തിന് അമ്പലത്തിൽ ഇത് പാടി എന്നുള്ളതാണ് ഒരു കൂട്ടം ആൾക്കാർ ചോദിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറകാല വീഡിയോയിൽ അവതരിപ്പിക്കാം. അപ്പോൾ ഈ വിവാദത്തിൻ്റെ വിശദ വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞ ശേഷം ഇതിനടിയിൽ കമൻ്റ് രേഖപ്പെടുത്തുവാൻ താല്പര്യപ്പെടും. പിന്നെ സംഗീതത്തിന് മതമുണ്ടോ, സംഗീതത്തിനെ ഇങ്ങനെ മതത്തിൻ്റെ രൂപത്തിലാക്കി വിവാദമുണ്ടാക്കരുത് എന്നൊക്കെ പറയുന്ന ആൾക്കാരോട്, ഇപ്പം അവർ തന്നെയാണ് പറയുന്നത് ദാസേട്ടൻ അവിടെ പാടിയില്ലേ എന്നൊക്കെ. പക്ഷേ അങ്ങനെ പറയുന്നവരോട് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അമ്പലത്തിൽ ഇവർ പാടിയെന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇവർ ഇങ്ങനെയുള്ള ഒരു ഭജന എന്ന ട്രൂപ്പ് എന്ന് പറഞ്ഞ പേരിൽ പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ കൃഷ്ണൻ്റെ ഒരു ഭക്തിഗാനം ആലപിക്കുവാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഞാൻ ഇതിനടിയിൽ ഒന്ന് രണ്ടിടത്ത് കണ്ടിരുന്നു. അപ്പോഴാണ് എനിക്കും അത് തോന്നിയത്. ഞാനും ക്രിസ്ത്യാനിയും ഹിന്ദുക്കളും ഒക്കെയുള്ള സ്ഥലത്ത് തന്നെയാണ് വസിക്കുന്നതെങ്കിലും ഒരു പള്ളിയിലും എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നില്ല ഒരു കൃഷ്ണഭക്തിഗാനം അങ്ങനെ അവിടെ ആലപിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു കൊയറിൽ ചെന്ന് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കുമോ എന്നുള്ള കാര്യം. പൊതുവായിട്ട് ഓപ്പൺ മൈതാനത്ത് പാടുമായിരിക്കും, അതിന് പക്ഷെ നമ്മൾ ഗാനമേള എന്നാണ് പറയുന്നത്. അല്ലാതെ ക്രിസ്തീയ ഭക്തിഗാനം ആലപിക്കുന്ന ഒരു സദസ്സിൽ അല്ലെങ്കിൽ അവരുടെ ഒരു കൊയറിൽ അവർ ഹിന്ദു ഭക്തിഗാനം പാടുമെന്ന് എനിക്ക് തോന്നുന്നു. അതുതന്നെയാണ് ജനങ്ങളെ ആകെ കൺഫ്യൂഷനാക്കിക്കൊണ്ട് അവരുടെ എതിർപ്പിനെ ഈ നന്ദഗോവിന്ദം ഭജൻസ് വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്നുകൂടി ഇതിനോടൊപ്പം പറയേണ്ടതുണ്ട്. അപ്പോൾ ഇതിലെ നിങ്ങളുടെ രണ്ട് അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കാതിരിക്കുക. വീണ്ടും ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.